എനിക്കും ഉണ്ട് ഗാനം പാടിയെ പോലെ ഇങ്ങനെ പറന്ന് നടക്കണം. കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് ചെയ്തു. പക്ഷേ ഡീസന്റ് ആയിട്ട് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. മരുമോളൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും ഒരു സങ്കല്പം? ഡാൻസ് കളിക്കാതിരുന്ന ആദ്യമായിട്ടാണ് നിഖിലിനെ ഞാൻ മീഡിയയിൽ റിവീൽ ചെയ്യുന്നത്. റിലേറ്റീവ്സ് ഇടയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അത് പിന്നെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയും. എന്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കും കിട്ടുന്നില്ല? ഡിവോഴ്സ് കഴിഞ്ഞവരുടെ വീഡിയോസ് സെപ്പറേറ്റ്, ഫാമിലി ലൈഫ് സെപ്പറേറ്റ്. ഐ റിയലി ഡോണ്ട് കെയർ. കാരണം രാത്രി മുഴുവൻ ഞാൻ ഛർദ്ദിക്കുകയായിരുന്നു, പീസസ് ഒക്കെ വരും. ആ ട്രോമ അത് വിത്തിൻ 1 month 2 times സർജറി കഴിഞ്ഞു. നഴ്സേ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരില്ല അല്ലേ. ഒരു 1 month എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, വോയിസ് വന്നിട്ടില്ല. ഇദ്ദേഹം ടിക്ടോക്കിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. ചേച്ചിയോട് പറഞ്ഞു നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല എന്ന്. ഞങ്ങൾ സെപ്പറേറ്റ് ആയി പോയി. ആ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് പല സമയങ്ങളിലും ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ലണ്ടനിൽ നിന്ന് ഞങ്ങൾ ഒരാളെ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആളാണ് ഇന്ന് ഞങ്ങൾക്കൊപ്പം ഉള്ളത്, റീന. നമസ്കാരം മേഡം. നമസ്കാരം. ഞങ്ങൾ കടത്തിക്കൊണ്ട് വന്നതല്ലേ? കടത്തിക്കൊണ്ട് വന്നതാ കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ചാനലിൽ നിന്ന് കത്തുവോ? കത്തിക്കണം. എന്ത് ഫാൻസ് ആണ്. ആണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത്രയധികം ഫാൻസ് ഉണ്ടോ? അപ്പൊ കമന്റ്സ് ഒന്നും വായിക്കാറില്ലെന്ന്? കമന്റ്സ് അത് അതിന്റെ വഴിക്കൊക്കെ പോകും. കമന്റ്സ് നോക്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളൊരു കമന്റ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ താഴെ വന്നപ്പോ കണ്ടല്ലോ റീന ഡേ 1 ഡേ 2 ഡേ 3 കണ്ടെന്നും പറഞ്ഞ് സെൽഫി എടുക്കുന്ന ആൾക്കാരെ കണ്ടല്ലോ. അപ്പൊ ഫാൻസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് പേര് വളരെ സ്നേഹത്തോടു കൂടി, ഓ റീന ചേച്ചി നാട്ടിലെത്തിയോ, എന്താണ് സുഖമാണോ, എന്റെ ഫോണിനകത്ത് ഫുൾ മെസ്സേജുകളാണ്. പക്ഷെ ഞാൻ ഇനി ഒരു അസിസ്റ്റന്റിനെ, ഞാൻ ഇനിയിപ്പോ ശരണ്യെ വയ്ക്കാം അസിസ്റ്റന്റ് മെസ്സേജുകളൊക്കെ വായിക്കാൻ വേണ്ടി. ഇവിടെ വെച്ചാൽ പോരെ, ലണ്ടൻ വരെ പോകണം. ലണ്ടൻ വരെ. ശരിയാണ്, അവിടെ വെച്ചാലേ എനിക്ക് ഇനി മെസ്സേജുകളൊക്കെ വായിച്ച് അതിനൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും എനിക്ക് മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയാം നന്നായിട്ട്. അതെ, ഡീലിങ്സ് ഒക്കെ നടത്തി തരാം. അതാണ് എനിക്ക് മനസ്സിലായി. അതല്ലേ ശരണ്യെ ഇൻവൈറ്റ് ചെയ്തു. റീന ചേച്ചിയുടെ ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പോഴാണ് ലണ്ടനിൽ നിന്ന് മലയാളി മങ്കയൊക്കെ ആയിട്ട് ഒരു ഇന്റർവ്യൂ 2 പേർക്ക് കൊടുത്തേക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ലൈഫിലെ തന്നെ, കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു റീന, അത് റീൽസിൽ തുള്ളുന്ന ആരാന്ന് ഞാൻ പറയുന്നില്ല, എനിക്കത് പറയാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്നെ കഴിഞ്ഞ് വെങ്ങാട് ഒരിക്കലും. അപ്പം അങ്ങനെയുള്ള ചേച്ചി ആ ഒരു കഥ അല്ലെങ്കിൽ ലൈഫ് ഇറങ്ങിയപ്പോഴത്തേക്ക് ആളുകൾ പെട്ടെന്ന് എന്തോ, നമുക്കൊക്കെ അറിയാം ഇങ്ങനെ സന്തോഷിക്കുന്നവര് എന്തോ ഉണ്ട്, അവർക്ക് ആ സന്തോഷം കണ്ടെത്തുന്നതാണ് അവർ, സ്ത്രീകൾ അല്ലെങ്കിൽ ആരായിക്കൊള്ളട്ടെ, അവരുടെ സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ ഒരു മാർഗ്ഗമാണ് അവർ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ. ആ ഇൻ്റർവ്യൂ ഭയങ്കര രസമാണ്. ചേച്ചീനെ അടുത്തറിയാൻ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ലൈഫിൽ ചേച്ചി ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്തു എന്ന്. ഓൾറെഡി ഒരു അവിടെ ചെന്നിട്ടാണ് ക്യാൻസർ ആണെന്നും ഈ സ്ട്രഗിളിന്റെ ഭാഗമായിട്ടാണ് ക്യാൻസർ. ചേച്ചിക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? അതെ, അതായത് ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു ടീച്ചറായിരുന്നു, അതായത് ലയോള സ്കൂളിലെ ടീച്ചറായിരുന്നു. എന്നെ അറിയത്തക്ക ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഞാനിവിടെ ഒരു 10-12 വർഷത്തോളം ലയോള സ്കൂളിൽ അറിയപ്പെടുന്ന ഒരു ടീച്ചറായിരുന്നു, മലയാള അധ്യാപികയായിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു മലയാളം അധ്യാപിക എന്ന് നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ നമ്മൾ ഓൺലി മലയാളം മാത്രം സംസാരിച്ച് വരുന്നവരാണ്. മാത്രവുമല്ല ചില സമയങ്ങളിൽ ഞങ്ങൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുണ്ട്. കാരണം അതൊരു ജസ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് എൻ്റെ കോ വർക്കേഴ്സ് എപ്പോഴും അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ട്, പിന്നെ ഞാനൊരു ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടും എനിക്ക് ആ ഇംഗ്ലീഷ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ അതിൽ കവിഞ്ഞ് എനിക്ക് ഇംഗ്ലീഷ് ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ബിക്കോസ് ഞാനത് മലയാളമാണ് അത് പഠിപ്പിച്ചിരുന്നത് കുട്ടികളെ. അപ്പം ഞാൻ മലയാളം ലാംഗ്വേജ് വളരെയധികം പരിശുദ്ധമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷേ കേൾവി കൊണ്ടും ജസ്യൂട്ട് ഫാദേഴ്സിൻ്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ടും എനിക്ക് ഇംഗ്ലീഷിനോട് എന്തോ ഒരു സംസാരിക്കാനുള്ള ഒരു അഭിനിവേശം അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് മലയാളം മാത്രം സംസാരിച്ചിരുന്ന ഒരാൾ പെട്ടെന്നൊരു ബ്രിട്ടീഷ് രാജ്യത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ട്രഗിൾ ആയിരുന്നില്ല. ഒരു പക്ഷേ ഞാൻ അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് വന്നു ബട്ട് ഐ ഹാവ് ടു അഡാപ്റ്റ് ദ സിസ്റ്റം.
വേർ ഇറ്റ് ബിലോങ് ടു ബി എന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റില്ല. കേരളത്തിലെ ഒരിതും എനിക്ക് പിന്നെ അവിടെ കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ സ്ട്രഗിള് വില്ലിങ്നെസ്സോടുകൂടി ഞാൻ എടുത്തു എന്ന് തന്നെ പറയാം. അതിൻ്റെ ഭാഗമായിട്ട് വിത്തിൻ 1 month എനിക്കൊരു ബ്രിട്ടീഷ് കമ്പനിയിൽ ആദ്യമായി ജോലി കിട്ടുന്ന, എൻ്റെ ആ ഒരു എഡ്യൂക്കേഷൻ വൈസുള്ള ജോബ് തന്നെ ആയിരുന്നെങ്കിലും ബ്രിട്ടീഷ് സിസ്റ്റം മനസ്സിലാക്കാത്തിടത്തോളം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ആ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് പല സമയങ്ങളിലും ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലല്ലോ നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. ഇപ്പം മാനേജർ ആകട്ടെ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മാനേജർ ആകട്ടെ, ഹെഡ് ഓഫീസ് ആകട്ടെ, ഓരോ പോളിസീസും പ്രൊസീജിയേഴ്സും പറയുമ്പോൾ ഞാനത് ഫോളോ ചെയ്യുന്ന ആ വേ ഒന്ന് വ്യത്യാസമായിരുന്നു. അപ്പോൾ അതെന്നെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു ആദ്യകാലങ്ങളിൽ. അപ്പോൾ അതിൽ നിന്ന് കരകയറി വരാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷേ ഒരു 6-7 months ആയപ്പോൾ ഞാൻ ആ ഒരു സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെട്ട് വന്നു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, എന്നെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ചെന്നൈയിൽ നിന്നുള്ള ഒരു ഫ്രണ്ട്, ഞാനും ആ ഫ്രണ്ടും ഒന്നിച്ച് UK ലാൻഡ് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾ ഒരേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നു വിട്ടു. അപ്പോൾ പുള്ളിക്കാരി ചെന്നൈയിൽ, എനിക്കത് ഇതിൽ പറയാമോ, അജന്ത തിയേറ്ററിൻ്റെ വൈഫിൻ്റെ സിസ്റ്ററാണ്. പുള്ളിക്കാരി ചെന്നൈ ബേസ്ഡാണ്, അവിടുത്തെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ കുറേ ഗൈഡ് ചെയ്തു. റീന, ഇതാണ് ഇവിടുത്തെ സിസ്റ്റം, അപ്പം നമുക്ക് ഇവിടുത്തെ ക്വാളിഫൈഡ് ആവണം. അതിനുശേഷം ഞാൻ ബ്രിട്ടനിൽ ആ കമ്പനിയിൽ നിന്ന് തന്നെ ക്വാളിഫിക്കേഷൻ എടുത്തു. പിന്നെ വേറൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ലൈഫും വർക്കും തങ്ങളിൽ ഭയങ്കരമായിട്ട് ആ ഒരു വർക്ക് ബാലൻസ് എൻ്റെ ലൈഫിനെ ഒരുപാട് മാറ്റിമറിച്ചു. ചേച്ചി, അതിന് മുന്നേ ഒരു കാര്യം ചോദിക്കാം. ചേച്ചി ലണ്ടനിൽ പോകുന്നെന്ന് പറയുന്നുണ്ട്. ഈ ലണ്ടനിൽ പോകുന്നത് സെക്കൻഡ് മാരേജ് കഴിച്ചിട്ടാണ്. അതെ. ഈ സെക്കൻഡ് മാരേജ് കഴിച്ചത് ലണ്ടനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ, അതോ നമ്മളൊരു കാര്യം പറയാം, ഇവിടെയൊക്കെ ഡിവോഴ്സുകളായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്കൊരു ലൈഫ്, ആദ്യത്തെ കല്യാണം തന്നെ ഒരു ട്രോമയാണെങ്കിൽ രണ്ടാമത് കഴിക്കാൻ നമുക്ക് പറ്റില്ല. പലപ്പോഴും പല സ്ത്രീകൾക്ക് അത് പറ്റില്ല. പിന്നെ വളരെ വിരളം ആളുകൾക്കാണ് അത് രണ്ടാമത് നന്നായി കിട്ടുന്നത്. ഇനി രണ്ടാമത്തതും പെട്ടുപോയാലും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള സ്ത്രീകളെ എനിക്ക് പരിചയമുണ്ട്. ചേച്ചി എങ്ങനെയാണ് ഈ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമതിലേക്ക് ചൂസ് ചെയ്യാനും, അത് ഇത് നമ്മൾ പറയുന്നില്ലേ, നമുക്കൊരു എണ്ണ അല്ലെങ്കിൽ തുണ ഇവിടെ വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റി നിലനിന്ന് പോകുന്നത്. അങ്ങനെയായിരുന്നോ, അതോ ജീവിക്കാൻ ഒരാൾ കൂടെ വേണമെന്നായിരുന്നോ, അതോ വീട്ടുകാരുടെ ഇതായിരുന്നോ ചേച്ചി എനിക്കിങ്ങനെ രണ്ടാമതൊരു മാരേജ് വേണം എന്നുള്ളത്? ഇല്ല, അത് ഞാൻ പൂർണ്ണമായിട്ടും വളരെ സത്യസന്ധമായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് എൻ്റെ ഓൺ ഡിസിഷനായിരുന്നു. പക്ഷേ ആ ഡിസിഷൻ ഒരുപാട് തവണ എന്നെ മനസ്സിനെ ഹോണ്ട് ചെയ്തു. ഇതൊരു റോങ് ഡിസിഷനായിരുന്നു, റോങ് ഡിസിഷനാണ് എന്നുള്ളത്. കാരണം എൻ്റെ ഫസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു വളരെയധികം ഒരു നാച്ചുറലായിട്ട്, ഞാൻ സ്കൂളിലെ ടീച്ചറാണ്, വളരെ നോർമലായിട്ടുള്ള ഒരു ലൈഫ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിള്ളൽ അറിഞ്ഞോ അറിയാതെയോ വന്നൊരിതാണെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനത്തെ ഒരുപാട് വ്യക്തികളെ, ഞങ്ങളുടേത് ഒരു മ്യൂച്വൽ ഡിവോഴ്സുമായിരുന്നു. ഒരിക്കലും ഞാൻ കണ്ടിട്ടുള്ള പല ഡിവോഴ്സുകളിലും അവർ എന്താണ്, പണ്ടത്തെ ഒരു ജീവിതത്തിൽ നിന്ന് അവരെന്തെങ്കിലുമൊക്കെ നേടുക, അവരിപ്പോഴത്തെ കുട്ടികളെങ്ങനെ പൈസപരമായിട്ടോ അങ്ങനെ ഒന്നും ഞാൻ എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു 5 പൈസ പോലും പുള്ളിയുടെ നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ. ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് റിലേഷൻഷിപ്പിൽ എങ്ങനെയോ പോയി. അതെന്താണ് എന്ന് ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നോ? ബട്ട് അല്ലേ, ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ അട്രാക്റ്റ് ചെയ്ത് നമ്മൾ ഒരു നിമിഷം കൊണ്ടെടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. സത്യം ചേച്ചി, അതായത് ചേച്ചിയോട് ചോദിച്ചത് അത് തന്നെയാണ്. അതായത് ആദ്യത്തെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഡിവോഴ്സ് ആയി നിൽക്കുമ്പോൾ, നമ്മളത് സഹിക്കാൻ പറ്റാത്ത ട്രോമയിൽ നിൽക്കുമ്പോൾ ഒരാൾ വരുമ്പോൾ നമ്മളുടെ വിചാരം ഷെയർ ചെയ്യപ്പെടാനും എന്തോ ഒരു നമുക്ക് ഭയങ്കര ഫീൽ ആവുന്ന ഒരാളാണ് നമുക്ക് അപ്പുറം വരുന്നതെന്നുള്ളൊരു തോന്നലിന്റെ പുറത്തല്ലായിരുന്നോ ചേച്ചി രണ്ടാമത്? ആണ്, അത് എന്തോ പെട്ടെന്നൊരു ഡിസിഷൻ അങ്ങനെ എടുത്തു. പക്ഷെ അതെനിക്ക് തോന്നി പിന്നീട് അത് ശരിയാകുമോ? കാരണം നമ്മളത് വേറൊരു കൺട്രിയാണ്, ആ കൺട്രിയിലേക്ക് ഞാൻ പോണോ വേണ്ടയോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിനെയും അലട്ടാതിരുന്നില്ല. പക്ഷേ ഒരിക്കൽ ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. പിന്നീട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു.
ലണ്ടനിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളിപ്പോൾ അതിപ്പോൾ ഞാനെടുത്ത ഒരു ഡിസിഷനിൽ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് ഞാൻ തന്നെയാണ് സഫർ ചെയ്യേണ്ടത്. ഞാൻ തന്നെയാണ് അതിനെ പോസിറ്റീവായിട്ട് മാറ്റേണ്ടത്. വേറൊരാൾ വന്ന് എൻ്റെ ലൈഫിൽ വന്ന് റീന അത് പോസിറ്റീവായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ തന്നെ ആയിരിക്കണം അത് പോസിറ്റീവായിട്ട് എടുത്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വഴി കണ്ടെത്തുക. ആ വഴി കണ്ടെത്തതിൽ ഞാൻ 100% വിജയിച്ചു എന്ന് ഞാൻ പറയും. കാരണം ഞാൻ തന്നെയാണ് അതിൽ എഫേർട്ട് ഇട്ടത്. തീർച്ചയായും ചേച്ചി ഇത് ഞാനിത് ചോദിക്കാൻ കാണാം. ചേച്ചിയുടെ ആ ഇൻ്റർവ്യൂവിനകത്ത് ഒരു സ്ത്രീ, ചേച്ചിയുടെ ഏതൊരു കൂട്ടുകാരിയുടെ ഭർത്താവ് മരിച്ചു. അപ്പോൾ അവർക്ക് ഒരു എൻ്റെ ഇത്ര വയസ്സായതാണ്, അതായത് മീൻസ് 50 above 50 ആയവരാണ്. അവർക്കൊരു ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ അവർക്കൊരു ഒരു ഫ്രണ്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അവരോട് പറഞ്ഞു എന്തിനെന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്. ചേച്ചി അത് ഖണ്ഡിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചോദിച്ചത്. ആ ചേച്ചിക്ക് അതെന്താ ചേച്ചി അങ്ങനെ? എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണത്. കാരണം ഞാൻ വേൾഡ് കണ്ടിട്ടുള്ളത്, ഞാൻ ഒരുപാട് വേൾഡിൽ മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു സോഷ്യൽ കെയർ സിറ്റുവേഷനിലാണ്. ഞാൻ ഒരുപാട് ഇപ്പം മലയാളികളല്ല, എല്ലാം യൂറോപ്യൻസ് ആണ്. ഒരുപാട് പേരുടെ പ്രോബ്ലങ്ങൾ ഞാൻ കേട്ടു. ഞാൻ ഒരുപാട് ഫോറിൻ ഫാമിലികളിൽ ബ്രിട്ടീഷ് ഫാമിലികളിൽ അവരോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ എക്സ്പീരിയൻസും വെച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഫാക്ട്, ഈവൻ ബ്രിട്ടീഷ് ആകട്ടെ യൂറോപ്യൻസ് ആകട്ടെ, അവർ ഇത്രയധികം ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി ഞാനും കണ്ടെത്തിയിട്ടില്ല. കാരണം ഞാൻ അവരെ വീക്ഷിക്കുന്നുണ്ട്, അവരുടെ പ്രോബ്ലങ്ങൾ ഞാനും സോൾവ് ചെയ്യാൻ ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോഴും പലരും അങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ടുഗദറായിട്ട് ഹാപ്പിനെസ് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയാം. അതിനുള്ള കാരണം 2 വ്യക്തികൾ 2 സിറ്റുവേഷനിൽ നിന്ന് വരുന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഹസ്ബൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ വൈഫ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. പ്രത്യേകിച്ച് യൂറോപ്പിൽ അങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫുമായിട്ടേ താമസിക്കാവോ എന്നില്ല. കാരണം യൂറോപ്പ് സിസ്റ്റത്തിൽ ഇൻഡിവിജ്വൽ ആൾക്കാരാണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഒരു ലേഡി താമസിക്കുന്നു ഒരു വീട്ടിൽ, ഫെയർ ഇനഫ്. അവർക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ബ്രിട്ടൻ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കും കിട്ടുന്നില്ല? ബ്രിട്ടനിലാകട്ടെ വേൾഡിൽ എവിടെയോ ആകട്ടെ, ഞാൻ ഒരുപാട് കൺട്രി ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ദോ ബ്രസീൽ, അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, ഒരുപാട് യൂറോപ്പ് കൺട്രി. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ അവരോടുള്ള, ഇപ്പം ഞാൻ നെതർലൻഡ്സിൽ പോയപ്പോൾ, ആംസ്റ്റർഡാമിൽ പോയപ്പോൾ ഞാൻ അവിടുത്തെ പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ ഒരു വ്യക്തിയായിട്ട് നിന്ന് തന്നെ അവരുടെ ലൈഫ് ജീവിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട്. എന്തുകൊണ്ട്? അപ്പം ഞാൻ കണ്ടിട്ടുള്ളിടത്തെല്ലാം സ്ത്രീ ശക്തി വളരെയധികം ഉയരത്തിലാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ ഡിവോഴ്സ് കഴിഞ്ഞാലോ അവർ വിധവയായാലോ എന്തുകൊണ്ട് സമൂഹം അവരെ മാറ്റി നിർത്തുന്നു? അതിൻ്റെ ആവശ്യം ഇല്ല. അവരെ മനസ്സിലാക്കാനുള്ള, വേറൊരു വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അത് തന്നെയാണ് ജീവിതത്തിൻ്റെ വിജയം. അതിലുപരി ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ലൈഫിൽ ഉറച്ച ഒരു തീരുമാനം, ഒരിക്കലും കണ്ണുനീർ കൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലവും സോൾവ് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, നമുക്ക് വിഷമം വരും, നമ്മുടെ ഫീലിങ്സ് ഞാനും കരയാറുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് ആ കരച്ചിലിൽ നിന്ന് നമ്മൾ ഒരു തീരുമാനമെടുക്കുക, ഇന്ന് മുതൽ ഞാനായിരിക്കും ഏറ്റവും ശക്തിയായിട്ടുള്ള സ്ത്രീ. എന്തായിരിക്കും എനിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ജോബ്, എന്ത് ജോബുമാകട്ടെ. ഞാൻ എല്ലാ ജോബിനെയും ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ഇന്ന ജോബ് വെച്ചാൽ ഒരു ക്ലീനിങ് ജോബായാലും ഞാനത് റെസ്പെക്റ്റ് ചെയ്യും. കാരണം അവരും മനുഷ്യരാണ് നമ്മളെപ്പോലെ. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ നമ്മുടെ കേരളത്തിലാകട്ടെ നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് ലേഡീസ് അങ്ങനെ പോവുകയാണെങ്കിൽ 100 പേരെ അവരെ കുറ്റപ്പെടുത്തുന്നു. എന്തിന്? സ്ത്രീകൾക്കും ആണുങ്ങളെ പോലെ തന്നെ അവർക്കും ജോലി ചെയ്ത് അവരുടേതായ ഇഷ്ടത്തിൽ അവർക്ക് ജീവിക്കാനുള്ള അനുവാദം ഉണ്ട്. അതിന് ഒരാണിൻ്റെ തുണ തന്നെ വേണം എന്നില്ല. 100% അത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ട ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചേച്ചി ഇപ്പം ചേച്ചി പറഞ്ഞു ഈ പറയുന്ന ലണ്ടനിൽ ചെന്നു, രണ്ടാമത്തതും ഇങ്ങനെ നമുക്കൊരു വല്ലാത്തൊരു ട്രോമയാണ്, അപ്പോൾ സർവൈവ് ചെയ്യണം. ഈ സർവൈലൻസ് ഓഫ് ഫിറ്റ്നസ് എന്ന് പറയുന്ന പോലെ ചേച്ചി സ്ട്രഗിൾ ചെയ്ത സമയത്താണ്
വില്ലനെ പോലെ ക്യാൻസർ എത്തുന്നത്. ചേച്ചി എങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തത്? പിന്നെ എന്തായിരുന്നു ഫർദർ? അതായത് ഞാൻ അപ്പോഴും ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു 40 അവേഴ്സിന് മുകളിലാണ്. ഇപ്പം എൻ്റെ വർക്കിംഗ് അവേഴ്സിൽ ഞാൻ 8 to 5 അല്ലെങ്കിൽ 9 to 6 എൻ്റെ ഷിഫ്റ്റ്. ഞാനിപ്പോൾ ഞാൻ ഡെപ്യൂട്ടി മാനേജർ ആയതുകൊണ്ട് ഞാൻ ഫുൾ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ ആ ടൈമിൽ ഞാൻ ഈ ഡെപ്യൂട്ടി മാനേജർ ഒന്നുമല്ല, ഒരു നോർമൽ ഒരു പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. കാരണം ഞാൻ ഇവിടുന്ന് പോയ ടൈം അപ്പോൾ ഞാൻ സർവൈവൽ ഓഫ് എക്സിസ്റ്റൻസ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വെറുതെ റൂമിൽ, എനിക്ക് 5 മെമ്പേഴ്സോ, ഞങ്ങളൊരു ടീം വർക്കാണ് എൻ്റെ റൂമിൽ. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ക്ലീനിങ് ടൈഡി അപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ വോയിസിന് ചേഞ്ച് വന്നു. എനിക്കൊരു ലംബ് ഇവിടെ ഇങ്ങനെ വലുതായിട്ട് അപ്പിയർ ചെയ്തു. അപ്പോൾ ഞാൻ ഈ കേരളത്തിൽ വന്നു പോയ ടൈമും ആയിരുന്നു. പക്ഷേ ഇവിടെ വന്ന ഒരു പാർലറിൽ മസാജ് ചെയ്തപ്പോൾ അവർ ചേച്ചി ഇവിടെ ഒരു ലംബുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് തൈറോയിഡ് ആയിരിക്കും, ഡോണ്ട് വറി. പക്ഷേ UK പോയപ്പോൾ ഞാൻ പെട്ടെന്നൊരു GP ഒക്കെ ഉണ്ട്, അവിടെ GP ആണ്. കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ റീന ഡോണ്ട് വറി, ദിസ് ഈസ് നത്തിങ്, ദിസ് ഈസ് നോട്ട് നത്തിങ്, യു ഹാവ് ടു പിന്നെ റെഫർ മീ ടു ദ പിന്നെ ഈ റെലവൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവരെനിക്ക് ഇതായിട്ടൊരു ഒനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ റെഫർ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് അവരെനിക്ക് മറ്റേ ഈ എല്ലാ അപ്പോയിൻമെൻറ്റും വളരെ ക്വിക്കായിരുന്നു. എനിക്ക് തോന്നിയ ആ ഒരു സമയത്ത്, കാരണം ഞാൻ സർവൈവൽ ഫോർ ദ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. ഞാൻ സച്ച് ഹാർഡ് വർക്കിംഗ് ആണ്. കാരണം ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ആ ഫുൾ അവർ നിൽക്കും, ഒരു ദിവസം ലീവ് എടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ ബോഡിയിൽ ആ ഒരു ചേഞ്ച് വന്നു. കാരണം അതായത് ഈ ലൈഫിൻ്റെ ആ ഒരു സ്ട്രെസ്സ്, വർക്ക് സ്ട്രെസ്സ്, ഇത് ബാലൻസ് ചെയ്യാൻ ബോഡിക്ക് കോപ്പ് ചെയ്യാതെ വന്നപ്പോൾ വന്ന ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ അത് ഡോക്ടറെ കണ്ടെത്തി. ഡോക്ടർ അത് പെട്ടെന്നായിരുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റ്. കാരണം അവിടെ ഒനക്കോളജി ഭയങ്കര ഫാസ്റ്റാണ്. പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് വന്നു. അവർ പെട്ടെന്ന് വിത്തിൻ 1 month, ഞാൻ പറയാം പെട്ടെന്ന് 1 month 1 weekലായിരുന്നു. ഓരോ റീന യു ഹാവ് ടു കം ടു ദ സർജറി. ഓക്കെ, ഞാൻ പറയാം ഓക്കെ ഡോക്ടർ ഗിവ് മീ എവറിത്തിങ്. എല്ലാവരും ഇത് ചെയ്തു, അവിടെ പ്രോപ്പറായിട്ട് അവർ ചെയ്യണം. അപ്പോൾ എനിക്ക് വന്ന് എന്നെ പാഡിങ്ങിൽ, അത് ലണ്ടനിലെ സിറ്റിക്കകത്തുള്ള, ഇപ്പം എനിക്ക് ഈ ഇൻ്റർവ്യൂ ലണ്ടനിലുള്ളവർ കാണാൻ ആണെങ്കിൽ അറിയാം, പാഡിങ്ടൺ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ, അവിടെയാണ് ഈ രാജ്ഞിയുടെ മകളും ഇവരൊക്കെ പോകുന്നത്. അപ്പോൾ പാഡിങ്ടൺ ഹോസ്പിറ്റലിലെ ഒനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവരെന്നെ റെഫർ ചെയ്തത്. അപ്പോൾ അവിടെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് എനിക്ക് സർജറിക്ക് പോകേണ്ടി വന്നു. ഞാൻ തന്നെ വിചാരിച്ചു, ഞാൻ വിത്തിൻ നോ റീന യു ഹാവ് ടു കം വിത്തിൻ 1 week. ഞാൻ പറയൂ അപ്പോൾ ജോലി, ഡോണ്ട് വറി അബൌട്ട് ജോബ്, യു ഹാവ് ടു കം. പോയി സർജറി. പക്ഷെ അതൊരു അറിഞ്ഞുകൂടാ. ഞാൻ അപ്പോഴും ഞാൻ നേഴ്സിനോട് പറഞ്ഞു, നേഴ്സേ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരില്ലേ അല്ലേ. അപ്പോൾ എന്നെ പിടിച്ചിട്ട് അവരൊരുപാട് കരഞ്ഞു കേട്ടോ. ഞാൻ പറയും ഞാൻ കരയില്ല, നോ റീന നോ യു കാൻ. കാരണം അവിടുത്തെ നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയല്ല. എനിക്ക് വേറൊരു മാക്മിലൻ നേഴ്സ്, അതായത് മാക്മിലൻ ക്യാൻസർ സപ്പോർട്ട് ടീം അവിടെ ഉണ്ട്. അപ്പോൾ അവർ മാക്മിലൻ എന്ന് പറയുന്ന അവരുടെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ സപ്പോർട്ട്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ക്ലെയർ, അവർ ബ്രിട്ടീഷുകാരി, റീന നോ ഐ ആം ഗോയിങ് ടു ബി വിത്ത് യു. അപ്പം ഞാൻ പറഞ്ഞു ക്ലെയർ ഐ ഡോണ്ട് നോ, നോ ഡാർലിംഗ് ഐ ആം ഗോയിങ് ടു ബി വിത്ത് യു. അപ്പം ഞാൻ പറഞ്ഞു ആർ യു ഷുവർ? യെസ് ഐ ആം ഷുവർ ഫോർ യു. ഓൾ ദ ട്രീറ്റ്മെൻറ്റ് ഞാനായിരിക്കും കൂടെ വരുന്ന, ഐ ആം യുവർ പേഴ്സണൽ പിന്നെ അസിസ്റ്റൻറ്റ്, മാക്മിലൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പുള്ളിക്കാരി എന്നെ പറയും എന്നാലും ഇതിന് പോവല്ലേ, എനിക്കൊരു പ്രതീക്ഷയില്ല, ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്നില്ലെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലെയർ പറഞ്ഞു റീന നോ. അപ്പം എനിക്കങ്ങനെ ഒരിക്കലും ആ എക്സ്പെക്റ്റ് വരുന്നില്ല. പെട്ടെന്ന് മോർണിംഗ് ടൈമാണ് സർജറി. അവിടുത്തെ നമ്മളെല്ലാം ഇടണം, സോക്സും ഇതെല്ലാം പ്രിപ്പയറായി. ഓക്കെ, എനിക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, കാരണം ഫസ്റ്റ് ആയിരുന്നു. പോയി അപ്പം അതൊരു ഭയങ്കര ട്രോമാറ്റിക്. കാരണം രാത്രി മുഴുവൻ ഞാൻ ഛർദ്ദിക്കുകയായിരുന്നു. കാരണം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഈ പീസസ് ഒക്കെ വരും. ഫുള്ള് വോമിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നേഴ്സസാണ്, അവർ ഫുള്ള് നമ്മളെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വേറൊരു ഇതിൽ പോവും. കാരണം അവർ നമ്മളെ കുളിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു, ഇത് ടാബ്ലറ്റ് തരണം, പിന്നെ പെയിൻ കില്ലേഴ്സ്, പിന്നെ എല്ലാം. അങ്ങനെ ഞാൻ പിന്നീട് മാക്മിലൻ്റെ ഒരു ഭയങ്കര ഇതായിരുന്നു സപ്പോർട്ട്. അപ്പോൾ റീന യു ആർ യങ്, വി വിൽ ബി വിത്ത് യു. അപ്പോൾ ഞാൻ എല്ലാ മെഡിക്കേഷനും പെർഫെക്റ്റായിട്ട് അവരെല്ലാ ട്രീറ്റ്മെൻറ്റും അവർ തന്നെ മുൻകൈ എടുത്ത് എല്ലാം ചെയ്ത് അവർ ഇത് തന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് വന്നത്, ഒരു 1 month എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, വോയിസ് വന്നിട്ടില്ല. കാരണം അവരെൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, കാരണം ഇത് കട്ട് ചെയ്യുമ്പോൾ ഇത് വോക്കൽ കോഡിനും ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ള. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ ആണ്, എനിക്ക് പറ്റുമോ ഡോക്ടറെ? അപ്പോൾ പറഞ്ഞു
റീന നമ്മളൊരിത് ചെയ്യാം, സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് വേണ്ട, അതിനുള്ള ടൈമൊന്നുമില്ല. ഞാൻ തന്നെ പിന്നെ യോഗ ചെയ്തു തുടങ്ങി. കാരണം ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്, പ്രാണായാമം ഇതൊക്കെ ചെയ്ത് ഞാൻ തന്നെ അത് റിക്കവർ ചെയ്ത് ഞാൻ തന്നെ എടുത്തു. ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ഞാൻ പറ അങ്ങനെ എൻ്റെ വോക്കൽ കോഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാവും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ട്രോമ അത് വിത്തിൻ 1 month 2 times സർജറി കഴിഞ്ഞു. ഫസ്റ്റ് ടൈം പാർഷ്യലായിട്ടാണ് അവർ റിമൂവ് ചെയ്തത്, പിന്നെ സെക്കൻഡ് ടൈം അവർ ഫുള്ളി റിമൂവ് ചെയ്തു. അപ്പം ആ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെയാണ് അത് വീണ്ടും ചലഞ്ചിങ് ആയിട്ട് എടുത്തിട്ട് ലൈഫ് വീണ്ടും. ചേച്ചി ഈ പറയുന്ന സെക്കൻഡ് മാരേജ് കഴിച്ച് ലണ്ടനിലേക്ക് പോയിട്ട് പിന്നെ എന്തായിരുന്നു അവിടെ വെച്ചിട്ട് അത് തകരാനുള്ളൊരു എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കലും നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ രീതിയിൽ മെൻ്റൽ സ്ട്രെസ്സോടുകൂടി വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. ഇപ്പം എൻ്റെ ലൈഫ് എന്നല്ല ആരുടെ ലൈഫ് എടുത്താലും. അപ്പോൾ പാർട്ട്നേഴ്സിനെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പം ലണ്ടനിൽ ഏറ്റവും കൂടുതൽ, ലണ്ടൻ അല്ല യൂറോപ്പിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. കാരണം ഇപ്പം നിങ്ങൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു റൂമിൽ ഇപ്പോൾ വൈറ്റ് പീപ്പിൾ ആയാലും അവർ ഒറ്റയ്ക്ക് താമസിക്കാൻ, എനിക്ക് അവരുടെ മെൻ്റൽ ഇതറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ജീവിതത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതെനിക്കിപ്പം ഇതിൽ പറയാൻ പറ്റില്ല ഓപ്പണായിട്ട്. അപ്പോൾ എനിക്ക് ഒരാളിനെ അങ്ങനെ വേദനിപ്പിക്കണം എന്നോ പുള്ളിയുടെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് പോകണം എന്നോ താല്പര്യമില്ല. അല്ല അദ്ദേഹം പിന്നെ ക്യാൻസർ സമയത്ത് കൂടെ നിന്നു, അത് കൂടെ നിന്നു. പുള്ളി ഒരിക്കലും അങ്ങനെ ഇത് ചെയ്തില്ല. പുള്ളി ഉണ്ടായിരുന്നു ആ ടൈമിൽ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി പുള്ളി നിന്നിട്ടായിരുന്നു എനിക്ക് ഇതൊക്കെ വന്നപ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ഒരുപാട് ഷോക്ക്ഡായ ഒരു സംഭവമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, എനിക്ക് എൻ്റെ ബട്ട് ഞാൻ എന്നിട്ടും പുള്ളിയുടെ ആ ഒരു സ്പേസിലേക്ക് ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായി. പക്ഷേ എനിക്ക് തോന്നി പുള്ളിക്ക് ചിലപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള ഒരുപാട് വേറെ എക്സ്പെക്റ്റേഷനും പുള്ളിക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ടാകുന്ന ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾക്ക് അത്രയും ഇതുണ്ടെങ്കിൽ നോ വറീസ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇപ്പം പേരറിയാതെ വന്നുപോയി. അപ്പോൾ പുള്ളിക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇതിൽ പോകാം, എനിക്കും എൻ്റെ രീതിയിൽ പോവാം. അപ്പം ഞങ്ങൾ ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സെപ്പറേറ്റഡ് ആയി. പ്രണയ വിവാഹമായിരുന്നു അത്? ചെറുതായിട്ട്, വലിയ ഒരു പിന്നെ പ്രണയം മനസ്സിലായി. ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഹെൽപ്പിംഗിൽ വന്നപ്പോ നമുക്കൊരു അട്രാക്ഷൻ എന്നിട്ട് ഇപ്പോഴും അവിടെ ചെന്നിട്ട് ഡീസെന്റ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്ത് നോ പ്രോബ്ലം. കാരണം എനിക്കൊരിക്കലും ഒരാൾ, അതായത് എനിക്ക് തോന്നി ഞാൻ അത്രയും വിശാലമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാകാം. ഒരിക്കലും ഞാൻ ഓർക്കുന്ന ഓക്കെ എവിടെയാണോ പുള്ളി ഉള്ളത് ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഞാൻ പറയുന്നത് ഒരിക്കലും എന്നിട്ടും പുള്ളിക്ക് ചിലപ്പോൾ എന്നോട് ഇത് കാണാം. കാരണം നമ്മൾ അത്രയും ഒരുപാട് ലോങ് ഇയേഴ്സ് ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിരുന്നവരാണ്, 10-12 വർഷം. അപ്പോൾ ആ ഒരു മെൻ്റൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്നു ഒരാൾക്ക് അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് അത് പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. അവരവരുടെ ലൈഫിൽ ജീവിക്കട്ടെ. അവർക്കതാണ് ഹാപ്പിനെസ് കൊടുക്കുന്നതെങ്കിൽ ആ ലൈഫ് ഞാനായിട്ട് തട്ടിക്കളയാൻ പാടില്ല. അത് ഞാൻ ചോദിക്കാനുള്ളൊരു കാരണം, ചേച്ചി ടിക്ടോക്കിലേക്ക് വരാനുള്ളൊരു സാഹചര്യവും അവിടെ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നത്. ഇദ്ദേഹം ടിക്ടോക്കിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ചേച്ചിയോട് പറഞ്ഞു നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല എന്ന്. അങ്ങനെ വാശിക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ആളാ ചേച്ചി. അതെ, അത് പറഞ്ഞത് ഞാനായിരുന്നു പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ക്യാമറാമാൻ. അപ്പം ഞാൻ തന്നെ എൻ്റെ ഓരോ ഡ്രസ്സുകളും എൻ്റെ ഓരോ കോസ്റ്റ്യൂംസ് ഇതെല്ലാം ഞാൻ പുള്ളിക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരുപാട് വേറെ തരത്തിലൊക്കെ ഇങ്ങനെ ലേഡീസൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ അഭിനയിക്കണം എന്നുള്ളപ്പോൾ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു എനിക്കും ഉണ്ട് കുറേ ആഗ്രഹങ്ങൾ. കാരണം ഞങ്ങളുടെ ഗാർഡൻ എന്ന് പറയുന്ന വളരെ വലിയ ഗാർഡനാണ് UK. അപ്പോൾ ആ ഒരു ഗാർഡനിൽ എനിക്കും ഉണ്ട് കുറേ വാനമ്പാടിയെ പോലെ ഇങ്ങനെ പറന്ന് നടക്കണം, അങ്ങനെ ഒരു കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ പിന്നീട് ഞങ്ങൾ സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. എനിക്കൊരു നല്ലൊരു ഫാമിലി കൂടെ എനിക്ക് താമസിക്കാനുള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. കാരണം ആ ഫാമിലി എന്ന് പറയുന്ന ടോപ്പ് ഇതിലുള്ള ലണ്ടനിലുള്ള ഒരു ഫാമിലിയാണ്. എനിക്ക് അവരെ റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത് അത്രയും, അതായത് അവരത്രയും റിച്ചും അത്രയും ഇതായിട്ടുള്ള ആ ഫാമിലി അവരെ ഒരു അങ്ങനത്തെ പോലെ അവർ അഡാപ്റ്റ് ചെയ്തു. കാരണം എൻ്റെ ക്യാരക്ടർ കൊണ്ട് എന്നെ അവർക്കറിയാം കുറേ വർഷമായിട്ട്. എനിക്ക് തോന്നുന്നു എന്നെയും അറിയാം, പുള്ളിയെ, ഞങ്ങൾ രണ്ടുപേരെയും അറിയാം. അപ്പോൾ എനിക്കറിയാം അവർക്ക് എന്നെ അത്രയും അറിയാം. അപ്പോൾ റീന ഡോണ്ട് വറി, വി ആർ ഗോയിങ് ടു ഹെൽപ്പ് യു. അവർ കീ തന്നു. ഞാനിപ്പോൾ വളരെ ഇതായിട്ടാണ് അവരുടെ കൂടെ താമസിക്കുന്നത്.
എനിക്കിങ്ങനെ നാണക്കേടൊന്നുമില്ല പറയാൻ. കാരണം ഞാൻ പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുള്ളതും UK പോയപ്പോൾ മലയാളികളുടെ ഇടയിൽ മനസ്സിലാക്കിയതും ഒരുപാട് പേര് ഫാമിലിയുടെ ഹസ്ബൻഡും വൈഫുമായിട്ട് മാത്രം വീഡിയോ ചെയ്യുന്നവരാണ് പെർഫെക്റ്റ്. ഒറ്റയ്ക്ക് ഡിവോഴ്സ് കഴിഞ്ഞവരുടെ പിന്നെ വീഡിയോസ് സെപ്പറേറ്റ്, ഫാമിലി ലൈഫ് സെപ്പറേറ്റ്. ഐ റിയലി ഡോണ്ട് കെയർ. നിങ്ങൾ ഹസ്ബൻഡ് വൈഫായിട്ട് ഫെയർ ഇനഫ്, നിങ്ങൾ ഡിവോഴ്സ് കഴിഞ്ഞു ഫെയർ ഇനഫ്, നിങ്ങൾ ബാച്ചലറാണ് ഫെയർ ഇനഫ്. പക്ഷേ അതിലെനിക്ക് തോന്നിയ ആ വേർതിരിവ് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ട് ഞാൻ പലപ്പോഴും ചിരിക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ബ്രിട്ടീഷ് കമ്പനിയിലോ ഞാൻ ആ ചെന്നപ്പം മുതൽ ബ്രിട്ടീഷ് ഇതിലായതുകൊണ്ട് എനിക്ക് തറലി എനിക്കത് മനസ്സിലാക്കാനും എനിക്ക് ആ ഒരു വ്യൂ, എൻ്റെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പോലെ ഒരു ചിന്താഗതി അവർക്കുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരുപാട് ഫംഗ്ഷന് ഞാൻ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിലെല്ലാം എനിക്ക് മനസ്സിലാകും, ചിലപ്പോൾ അവർക്ക് എന്നോട് വിരോധം ഉണ്ടാവാം ഞാൻ ഈ ഓപ്പണായിട്ട് സംസാരിക്കുന്നതുകൊണ്ട്. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മുടെ നാട്ടിലും ഇത് വരുന്നത്. കാരണം നമ്മുടെ നാട്ടിലും ആ സ്ത്രീകൾക്കുള്ള ഫ്രീഡത്തിന് ഒരു തടസ്സം വരുന്നത് നമ്മളെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ അതിനെതിരായിട്ട് സംസാരിക്കും. കറക്റ്റ് ശരണ്യ, എങ്കിൽ മാത്രമേ അതിനൊരു മാറ്റം വരുള്ളൂ. അവരുടെ അവരെ വിഷമിക്കാതിരിക്കുക, അവർക്കൊരു ഒരു തണല് കൊടുക്കുക എന്നുള്ളതൊരു അത്യാവശ്യം തന്നെയാണ്. ചേച്ചി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ സ്ത്രീകൾ കുറെ കൂടെ എഡ്യൂക്കേഷൻ മാത്രമല്ല ചിന്താ ലെവൽ ഉയർന്നിട്ടുണ്ട്. പുരുഷന്മാരുടെ ഇപ്പോഴും അത്രയും ഉയർന്നിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് ഉൾക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. ആ ഒരു ലെവലിലേക്കാണ്. കാരണം കമന്റ് ബോക്സുകൾ നോക്കിയാൽ മതി, സ്ത്രീകൾ പൊതുവെ ഒരു ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഈ തള്ള എന്ത് പേക്കൂത്ത് കാണിക്കുന്നത്, ഇവളെന്ത് കാണിക്കുന്നു. പക്ഷെ മറ്റവരൊക്കെ ചേച്ചി സൂപ്പർ, ചേച്ചിയുടെ ഇഷ്ടത്തിൽ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം എന്നൊരു വേർഡ് കുട്ടികൾ പറയാൻ തുടങ്ങിയെന്നുള്ളതാണ്. നിങ്ങളൊരു ഒറ്റയ്ക്കൊരു വ്യക്തിയാണ്, നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാറ്റമാണ് ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനിലും കൂടെ കണ്ടുവരുന്നത്. സത്യമാണ്. ചേച്ചി ഒരു കാര്യം കൂടെ, ഇത് കുത്തി ചേച്ചിയുടെ ചേച്ചിയുടെ ലൈഫിൽ ഇപ്പം ചേച്ചി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ചേച്ചി ഭയങ്കര ഇൻസ്പിറേഷനാണ്. നമ്മൾ അങ്ങനെയാണ് ചേച്ചിനെ, എനിക്ക് ചേച്ചിയുടെ റീൽസ് എടുത്തിട്ട് ചോദിക്കാം, പക്ഷെ ഞാൻ അതല്ല, എനിക്കൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും ലൈഫ് ഇങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തപ്പം ജീവിതമേ വേണ്ട, നീ നെക്സ്റ്റ് ഒരു ലെവലില്ല എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ അതും ശരണ്യ ഉദ്ദേശിച്ചത് എനിക്ക് മരിക്കണം എന്നൊരു പറ്റില്ല, നമ്മളെ കൊണ്ട് ഇനി ചിറകുയർത്താൻ പറ്റില്ല, ഇല്ല, ഫെഡപ്പായ ഇല്ല, വിട്ടില്ല. അപ്പൊ അത് ആലോചിച്ച് നോക്ക് ശരണ്യ, എനിക്ക് ആ ഒരു ചിന്താഗതി വന്നത് ഞാൻ സ്വയമായിട്ടെടുത്തൊരു തീരുമാനമല്ല. ബട്ട് എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ആ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിൽ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരില്ലായിരിക്കാം. അതൊരു നോർമലായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അല്ലാതെ ഞാനായിട്ട് എടുത്ത ഒരു ഡിസിഷൻ അല്ല. ഒരിക്കലും ഞാനായിട്ട് അങ്ങനെ അതിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ പൂർവാധികം ശക്തിയായി. കാരണം എനിക്ക് തോന്നി ലൈഫ് എനിക്ക് അത്ര ബ്യൂട്ടിഫുൾ ആക്കണം, കളർഫുൾ ആക്കണം. ലൈഫ് എനിക്ക് വേണ്ടിയും ചിലപ്പോൾ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും ചിലപ്പം അവർക്ക് വേണ്ടിയും ഒക്കെ ജീവിക്കണം. ഞാൻ കളർഫുള്ളായിട്ട് ആ ജീവിതത്തെ വരുത്തി തീർക്കാൻ വേണ്ടി ഞാൻ ഏത് ലെവലിൽ വേണ്ടി ഞാൻ വർക്ക് ചെയ്യും, ഡെഡിക്കേറ്റഡ് ആയിട്ട്. ചിലപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ ആയിരിക്കാം എനിക്ക് തോന്നി ഇന്ന് ഞാൻ ഈ ഒരു നല്ലൊരു പൊസിഷനിൽ. ശരി, മത്സരിക്കണം, അതായത് ജീവിതത്തോട് മത്സരിക്കണം, വ്യക്തികളോടല്ല, ജീവിതത്തോട്. അല്ല അത് ഞാൻ പറഞ്ഞത് അതൊരു നല്ല തോട്ടാണ് ചേച്ചി. ഇനി ചേച്ചിയുടെ ഒന്ന് രണ്ട് നമ്മള് പേഴ്സണലി ചേച്ചിയിലേക്ക് ഞാൻ പോവാണേ. മകനുണ്ടല്ലേ, ഒരു മകനുണ്ട്. മകൻ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലേ? പുള്ളിക്ക് ഇന്റർവ്യൂവിൽ വരാൻ മടിയുണ്ടല്ലേ? അവൻ അങ്ങനെ സോഷ്യൽ മീഡിയ അധികം താല്പര്യമില്ല. വിളിക്കട്ടെ, പേരെങ്ങനെയായിരുന്നു? നിഖിൽ. തനി മലയാളി. ലണ്ടനിൽ കൊണ്ടുപോയിട്ടൊന്നും ഒരു കാര്യമില്ല, തനി മലയാളി. അയ്യോ പ്രേക്ഷകർ, അതന്നെ ഒരിക്കലും ഞാൻ ഇത് ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയ. സ്റ്റാർ വരുന്നുണ്ട്, നമ്മുടെ സ്റ്റാർ. ഹായ്, ഞാൻ വന്നപ്പോഴേ കണ്ടു അമ്മയുടെ അതേ ഷേപ്പ്. അപ്പൊ എനിക്ക് തോന്നി പിന്നെ ഹെയറും അങ്ങനെ തന്നെയാണ്. അപ്പൊ അമ്മയുടെ കൂടെ ഒന്ന് ആദ്യമായിട്ടൊന്ന് ഇരിക്കുവോ? ഓക്കെ അല്ലേ, കംഫർട്ട് അല്ലേ? ചേച്ചി ആദ്യമായിട്ടല്ലേ ഈ അമ്മക്കുരുവിയുടെ കുഞ്ഞു കുരുവിയാണ് ഇരിക്കുന്നത്, ഇതുവരെ കാണിക്കാത്ത ആള്. നിഖിലേ, അമ്മയുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഞാൻ ഒന്നും ഫോളോ ചെയ്യുന്നില്ല.
ആരെങ്കിലും ഫ്രണ്ട്സ് അയച്ചു തരാം. എന്റെ 2-3 ഫ്രണ്ട്സ് ഇങ്ങനെ പറയാറുണ്ട് അമ്മ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആണ്, അപ്പൊ അവരിങ്ങനെ ഓരോ ക്ലിപ്സ് ഒക്കെ അയച്ചു തരുമ്പോൾ ഞാൻ കാണാറുണ്ട്. എന്നിട്ട് അത് കണ്ടിട്ട് ഞാൻ അമ്മയെ ക്രിട്ടിസൈസ് ചെയ്യും. ഇതാണ് എന്റെ പരിപാടി. അമ്മയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഏതിലാണ്? സ്റ്റെപ്പിലാണോ, ഡയലോഗിലാണോ, എന്തിലാണ്? അമ്മയുടെ ചില ഡാൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ പിടിക്കാറില്ല. അപ്പം പറയും കുറച്ചുകൂടെ ഡീസെന്റ് ആയിട്ട് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിളിച്ചപ്പോ തന്നെ ലണ്ടൻ അല്ല, മലയാളിയാണ്, ലണ്ടൻ ആയിട്ടില്ലെന്ന്. ഇടയ്ക്ക് മമ്മിയുടെ കൂടെ പോയി നിൽക്കാറുണ്ട്. ആക്ച്വലി 4 years UK യിലായിരുന്നു. പിന്നെ ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ വർക്ക് ചെയ്യണം. പിന്നെ അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മ വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. ഇവിടുത്തെ സിറ്റിസൺ പെർമനന്റ് റെസിഡന്റ് ആണ്. അവിടത്തേത് കിട്ടിയിട്ടില്ല. അവിടുത്തെ കിട്ടിയിട്ടുണ്ട്. അത് വലിയ കാര്യം. കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ? ഇതുവരെ കഴിഞ്ഞില്ല. റീന മേഡത്തിനെ മരുമോളൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും ഒരു സങ്കല്പം? അമ്മയെ പോലെ ഡാൻസ് കളിക്കണം. അമ്മയെ പോലെ ഡാൻസ് കളിക്കാതിരുന്ന അയ്യോ, ഞാൻ മകനെ ഇരുത്തി ഇത് എനിക്കറിയാം. അന്ന് അമ്മേനെ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടുകൂടെ? അയ്യോ, അല്ല, അമ്മ ഏതായാലും ഡീസന്റ് ആയിട്ട് കളിക്കാൻ പറഞ്ഞു. പക്ഷേ ഡീസന്റ് ആയിട്ട് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. ഡീസന്റ് ആയിട്ട് എല്ലാവർക്കും കളിക്കാൻ പറ്റും. ഇൻഡീസെന്റ് ആയിട്ട് വളരെ കുറച്ച് അത് എനിക്കും ചേച്ചിക്കൊക്കെ ഉള്ളൂ പറ്റുള്ളൂ. ഞങ്ങൾ ഇത് കഴിയുമ്പോ ഞങ്ങൾ കാണിക്കാം. ഒരു സെഗ്മെന്റ് ഉണ്ട് ഞങ്ങളുടെ ഒരു സെഗ്മെന്റ്. ജോലി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, അതാണെന്ന് തോന്നുന്നു. കാണണോ? തിരക്കാണ്. പിന്നെ പപ്പായും നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ? ട്രിവാൻഡ്രത്ത് തന്നെ. ഇപ്പൊ മമ്മി വന്നിട്ട് എന്ത് കൊണ്ടുവന്നു ലണ്ടനിൽ നിന്ന്? ചോക്ലേറ്റ്സ് കൊണ്ടുവന്ന്. എന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. രാവിലെ ഹറിബറിയിലൊന്നും പറഞ്ഞില്ല, എടുക്കാൻ സമയം കിട്ടിയില്ല, കൊണ്ടൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ ഡ്രിങ്ക്സ് കുറച്ച് പേർക്ക് ഇങ്ങനെ പറഞ്ഞിട്ട്, അതേ ശരണി എനിക്ക് കുറെ ലഗേജ് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അയ്യോ, ഞങ്ങൾ അപ്ഡേഷൻ അറിയാം. ഞങ്ങൾക്ക് അപ്ഡേഷൻ അറിയാം. ഈ ബാഗ് ഇതിലേ 30 കിലോ കൊള്ളുള്ളൂ, ഞങ്ങൾക്ക് അറിയാം. അത് 2 ബാഗായിട്ട് വയ്ക്കണം. ഖത്തർ എയർവേസിന്റെ പുതിയ നിയമങ്ങളെ നമുക്ക് അധികം കൊണ്ടുവരാൻ പറ്റില്ല. അതിന്റെ 20 kg കൂടി കഴിഞ്ഞാൽ അവർ എയർപോർട്ടിൽ നിന്ന് വിടില്ല. ഭയങ്കര പ്രശ്നമാ. ഞാനത് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കേണ്ട കാര്യം തമാശ രൂപേണ ചോദിച്ചതേ ഉള്ളൂ. ഇപ്പം മക്കളെന്ന നിലയിൽ ഇപ്പം നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ കാണാറുള്ളതാണ്, നിൻ്റെ അമ്മ എന്താണ് ഇങ്ങനെ നടക്കുന്നത്, നിൻ്റെ അച്ഛൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, നിൻ്റെ അനിയത്തി എന്താണ് ചുരിദാറിൻ്റെ ഷോൾ ഇടാത്തത്, ഇത് നമ്മൾ മൊത്തത്തിൽ നമ്മൾ കേൾക്കുന്നതാണ്. അങ്ങനെയുള്ളപ്പം ഇവിടെ മമ്മി അവിടെ UK യിലാണ്, മമ്മി സേഫാണ്. കാരണം മമ്മി കളിച്ചിട്ട് പോവുള്ളൂ, ഞങ്ങൾ അനുഭവിച്ചാൽ മതി. ഞങ്ങളുടെ ആൾക്കാർ കമന്റ് ഇടുന്നോലെ ഞങ്ങളാടാ നെറ്റ് റീചാർജ് ചെയ്തൊക്കെ കാണുന്നത്. ഞാൻ ഇത് കണ്ടിട്ട് ഈ ഫോൺ എടുത്ത് വലിച്ചെറിയിട്ട് ഇത് എന്റെ ഫോണായി പോയി കേട്ടാ, ഞാൻ ഫോൺ വലിച്ചെറിയട്ടോ. ഈ കമന്റ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, നമ്മളത് കാണാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സന്തോഷിക്കുന്ന സ്ത്രീകളെ കാണുന്ന ഭയങ്കര സന്തോഷം. പിന്നെ ജീവിതത്തിൽ വിജയം കൈവരിച്ചവരെയൊക്കെ കാണുന്ന സ്ത്രീകളെന്ന്. നിഖിൽ ഇപ്പം അമ്മയാണ്, ഓക്കെ, അമ്മയ്ക്കപ്പുറം ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ നിഖിൽ വിലയിരുത്തുന്നു? ഇപ്പം വാട്ട് എവർ ഇറ്റ് ഈസ്, അമ്മേനെ ചെറുതിലേ മുതലേ അറിയാം നിഖിലിനെ. പക്ഷെ അമ്മ വന്ന ഒരു വഴിയിൽ അവരുടെ സന്തോഷം അതാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് എങ്ങനെയാണ് നിഖിൽ അതിനെ കാണുന്നത്? അമ്മയുടെ സന്തോഷമാണ്. അമ്മയുടെ സന്തോഷം ഇപ്പം ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞ പോലെ ഇപ്പം റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ ഓരോന്ന് പറയും. പിന്നെ ചിന്തിച്ച് നോക്കിയപ്പം അമ്മ കുറെ കഷ്ടപ്പാടുകളിൽ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രോപ്പർ ഒരു മെയിൽ സപ്പോർട്ട് എന്ന് പറയുന്ന അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അത് പിന്നെയാണ് ചിന്തിച്ചപ്പോഴാണ് എനിക്കത് കത്തിയത്. അപ്പൊ ആ ഒരു ഇതിൽ അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നു. അമ്മയുടെ സന്തോഷം അതാണെങ്കിൽ അമ്മയുടെ വഴിയിൽ വിടാൻ തന്നെയാണ് ഇപ്പം എൻ്റെ ഒരു ഇഷ്ടം. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല, അപ്പൊ ഇതെന്നെ ഡയറക്റ്റ് അത്ര എഫക്ട് ചെയ്യണില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഒരു ടൈറ്റ് സർക്കിളാണ്. ഞാൻ അതിന്റെ പുറത്തോട്ട് അങ്ങനെ പോകാറില്ല. അത്ര എൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഒരു ആയിട്ട് മാത്രമാണ് ഒരു ഫ്രണ്ട് സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഒരു ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിൽ എനിക്ക് അത്ര വലിയ ഇഷ്യൂസ് ഒന്നും വരാറില്ല. റിലേറ്റീവ്സ് ഇടയ്ക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, അത് പിന്നെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയും, അത്രേ ഉള്ളൂ. ആ ഒരു രീതി. അതെ, അല്ല നമ്മളെപ്പോഴും ഇപ്പൊ ചേച്ചിയാണെങ്കിലും എനിക്കൊരു മകനുണ്ട്, അന്ന് കരുതി ചേച്ചി അത് ഇടാതിരുന്നിട്ടില്ല. കാരണം അവൻ വളർന്നു വരുന്ന സൊസൈറ്റിയിൽ അവൻ അറിയണം ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്താൽ അവരെ എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പവർ, അത് ചേച്ചി അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 100%. എനിക്ക് തോന്നുന്നത് അവനത് മനസ്സിലായത്, അവനും UK യിൽ വന്നിട്ടുണ്ട്, അവിടുത്തെ കൾച്ചർ അവന് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ താമസിക്കുന്ന വീട്ടിലുള്ള അവിടെ 2 ബോയ്സാണ്, ഇവന്റെ പ്രായത്തിലുള്ളവർ തന്നെ. അപ്പൊ അവൻ ഒരുപാട് ആ വേൾഡ് കണ്ടിട്ടുണ്ട്, അവ അവിടെ പഠിച്ചിരുന്ന വ്യക്തിയുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് അവനും ആ ലൈഫ് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ്
ആയിട്ടോ. അപ്പോൾ അവനത് അറിയാൻ പറ്റും. അപ്പം എനിക്കത് പൂർണ്ണമായിട്ടൊരു വിശ്വാസമുണ്ട്. എൻ്റെ മകനെന്നുള്ള നിലയിൽ അവനറിയാം ഞാൻ ഇവിടം വരെ പോകും, ഏത് ഭാഗത്ത് അവിടെ നിൽക്കാൻ പറ്റും, അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു അത് അവൻ മനസ്സിലായത് കൊണ്ടായിരിക്കാം ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്കൊരു നല്ലൊരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാച്ചൊക്കെ ഗിഫ്റ്റ് ആയിട്ട് വന്നു. എടുത്തിട്ട് വാ, ബാഗിലുണ്ട്. ഇപ്പൊ കൊണ്ടുവന്ന ബാഗില്ല, ബാഗ് എവിടെ അത് എന്റെ ബ്ലാക്ക് ബാഗിൽ അവിടെ ഇരിക്കും. ശരി, അതുണ്ട്. ഞാൻ എടുത്തിട്ട് വരാം ഗിഫ്റ്റ്. ബെഡിന്റെ സൈഡിൽ ഇത് നമ്മുടെ UK ബാഗാണ്. ഒരു ബാഗ്, ഇതെന്റെ ബാഗ് അല്ലേ? അതിനകത്തൊരു ബോക്സ് ഉണ്ട്. ഇതാണ് വാച്ച്. അതെ. വാവ്, അപ്പൊ അത് ഫോസിലിന്റെ വാച്ചാണല്ലോ. അതെ അതെ. അപ്പൊ ഇപ്രാവശ്യം വന്നപ്പോ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. ഇവിടെ മമ്മി വന്നപ്പോ കൊടുത്ത അച്ചോടാ. വിശ്വാസമില്ലേ റമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചെന്ന്? അല്ല, ഞാൻ പറഞ്ഞു എടാ നീ വാങ്ങിച്ചു തരുന്നത് 5 പൈസ തരാം ഓറഞ്ച് മിഠായിയാണോ നാരങ്ങ മിഠായിയാണോ. നോക്ക്, അയ്യോ ഫോസിലിന്റെ വാച്ച് സൂപ്പർ. അപ്പൊ ഇന്ന് ഇന്റർവ്യൂവിന് കിട്ടിയില്ല. ഇല്ല, അതേ ഇത് മുറിക്കാനുണ്ട്. അപ്പൊ ഇതാണ് അല്ലെ ഒരു ലൈഫിൽ കിട്ടിയ വലിയൊരു വലിയൊരു അതെ അല്ല നല്ലതാണ്, ഭയങ്കര ഒരു അങ്ങനെ. കാരണം ശരണ്യ, ഞാൻ ഒരിക്കലും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ ലൈഫിൽ ഞാൻ വർക്ക് ചെയ്യുന്നു, എനിക്ക് എന്താണോ ആവശ്യം അത് എനിക്ക് ദൈവം അത് ഞാൻ അതിനു വേണ്ടി ഇത് ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, അതെനിക്ക് കിട്ടുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പം ആരായാലും, ഇപ്പം മോനെന്നല്ല ആരായാലും ലൈഫിൽ ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ചിലപ്പോൾ അതെന്നെ ലൈഫ് പഠിപ്പിച്ചതായിരിക്കാം. കാരണം എനിക്കങ്ങനെ ഒന്നിനോടും അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പം എനിക്ക് UK ആൾക്കാരൊക്കെ പറയും, ചേച്ചി എന്തുകൊണ്ടാണ് ഒരു വീട് പണിയാത്തെ, എന്തുകൊണ്ടാണ് ഒരു കാർ എടുക്കാത്തെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാത്തെ. എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ടല്ല, പക്ഷെ ഞാൻ ഓർത്തിട്ട് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ സ്ട്രഗിൾ ചെയ്ത് വന്നു. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി ജീവിതം എന്താണ്, എനിക്ക് എന്തൊക്കെയാണ് എൻജോയ്മെൻറ്റ്, എൻ്റെ ഹാപ്പിനെസ്. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിലായപ്പോഴും അവരെന്നോടും പറഞ്ഞത്, റീന ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ഞങ്ങൾക്കൊരു കൗൺസിലിങ് മാത്രമല്ല UK ഇതിനിങ്ങനെ പോകുമ്പോൾ അവരൊരു ഫുൾ ഡേ ട്രെയിനിങ് തരും. അപ്പോൾ അവർ പറഞ്ഞത്, റീന എന്താണോ ഹാപ്പിനെസ് ഉൾക്കൊള്ളുന്ന അതാണ് ഇതിനു വേണ്ടി ജീവിക്കുക, ജീവിതം സന്തോഷകരമാക്കുക. അതിൽ ഉപരി ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം റെസ്റ്റ് ഓഫ് ദ ലൈഫ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതിലാണ് ലൈഫിന്റെ വിജയം. സത്യം. ചേച്ചി, ഞാനിത് ചോദിക്കാൻ കാരണം ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരുണ്ടല്ലോ, നമ്മുടെ കൊച്ചു പിള്ളേർ, കുഞ്ഞു പിള്ളേരോട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ അച്ഛനും അമ്മയും, അപ്പം ബന്ധുക്കാരോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും നിന്റെ അച്ഛൻ എന്താടാ അങ്ങനെ കാണിച്ചു, നിന്റെ അമ്മയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും ചേച്ചി. നിങ്ങൾ മുഖം പൊത്തി കരയും, ഭയങ്കരമായിട്ടും അത് ഒരു തരത്തിലും വയ്യ. അപ്പം എൻ്റെ ബ്രദറിൻ്റെ മോനുണ്ട്, അവനോട് അമ്മ പറയും, നിന്റെ തള്ള വരുമ്പോഴെന്നൊരു ഡയലോഗ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മേനെ വിളിക്കാവുള്ളൂ പറഞ്ഞു. 5 വയസ്സുള്ള ഞാൻ പറഞ്ഞത് നമ്മള് ഒരു കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു ഇതാണ്, അതായത് അത്രത്തോളം കണക്റ്റഡ് ആണ് ഇവിടുത്തെ ലൈഫ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഇങ്ങനെയും കൂടെ ചിന്തിച്ചു തുടങ്ങുന്നത്. ഇങ്ങനെയും കൂടെ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇങ്ങനെയും കൂടെ എന്നല്ല, ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അത് വളർന്നു വരുന്നതേ ഉള്ളൂ അവർക്ക്. അവരെ ഇപ്പൊ പറഞ്ഞ പോലെ റിലേറ്റീവ്സ് ഒക്കെ പറയുമ്പോൾ എന്ത് പെയിൻ ഉണ്ടാകും നമുക്കത് അറിയാം. പക്ഷെ മമ്മിയുടെ ഹാപ്പിനെസ് അതുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അവനൊരിക്കലും അങ്ങനെ അമ്മ അത് ഇതാണ് അങ്ങനെ അത്, പക്ഷെ ഒരിക്കലും എന്നെ ഇത് പറഞ്ഞിട്ടില്ല ഒരിക്കലും അങ്ങനെ. പക്ഷെ എന്നാൽ നമ്മുടെ ആ ഒരു ബന്ധം അതുപോലെ തന്നെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്നുമുണ്ട്. അപ്പൊ അവൻ എന്താവശ്യമാണെങ്കിലും ഞാനുണ്ട്, അപ്പൊ എനിക്കൊരാവശ്യമാണെങ്കിൽ അവനുമുണ്ട്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ജനറേഷനുള്ള അമ്മമാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശവും കൂടി ആയിരിക്കാം. കാരണം മക്കൾക്ക് കൊടുക്കേണ്ട ആ ഒരു ഫ്രീഡം കൊടുക്കുക, പൊസസീവ്നെസ് കുറച്ച് വയ്ക്കുക. ഇപ്പം ഞാൻ ഒരിക്കലും അവനോട് എൻ്റെ മകനാണ് അവൻ ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ആ ഓവർ പൊസസീവ്നെസ് ഉണ്ടല്ലോ, ഞാൻ ഒരിക്കലും അവനെ പണ്ട് വളർത്തിയിട്ടുള്ളതും ആ ഒരു ഫ്രീഡത്തിൽ തന്നെയാണ്. കാരണം ആ ഫ്രീഡം നിനക്കെന്താണോ ശരിയെന്ന് തോന്നുക അത് ചെയ്യുക, അതിന് ഞാനായിട്ടൊരു തടസ്സം നിൽക്കില്ല. കാരണം അതുപോലെ തന്നെ അവൻ എൻ്റെ ലൈഫിലും അമ്മയ്ക്ക് എന്താണോ ഹാപ്പിനെസ്, അപ്പം ആ ഒരു ലൈഫ് പോവുകയാണെങ്കിൽ ഈസി. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോംപ്ലക്സ് ഒക്കെ വെച്ച് നിന്ന് കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കരമായിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകേണ്ടി വരും. ഇപ്പോൾ ഉടനെ കല്യാണമൊക്കെ ഉണ്ടോ? ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മമ്മിയോട് പറഞ്ഞു, ഞാൻ പറയണോ? ഞാൻ വേണം ജഡ്ജായിട്ട് നോക്കുന്നുണ്ട്, അത് ഗേൾസിന്റെ മനസ്സ് വെക്കണ്ടേ. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് കാരണം കുറച്ച് പാടുണ്ട്. അതെ അതെ, ചേച്ചി നോക്കുന്നുണ്ട്. എങ്ങനെയാണ്, അവിടെ തന്നെയാണോ നോക്കുന്നത്, ഇങ്ങോട്ടേക്ക്? ഇല്ല, അവിടെയും അവന് വലിയ താല്പര്യമില്ല. കാരണം ഇവിടുത്തെ കുട്ടികളെയാണ് കൂടുതൽ, അവനൊരു സിമ്പിൾ ലൈഫ് കൊണ്ടുപോകണം എന്നാണ് താല്പര്യം. എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത വളരെ ഒരു നോർമൽ ലൈഫ്. കാരണം
നമ്മൾ അത്രയും അങ്ങോട്ട് നമുക്ക് ലൈഫിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കണ്ടിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ. ഞാൻ ഒരിക്കലും ഒരുപാട് പോഷ് ലൈഫ് ഒരുപാട് അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു വ്യക്തിയല്ല. നമ്മളുടെ ഒരു ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താണോ നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ആ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ചേച്ചി എന്താണെങ്കിലും ഞാൻ ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഞാൻ കേട്ട ഒരു കാര്യമാണ്. ചേച്ചി പറഞ്ഞു ചേച്ചി ഇവിടുന്ന് യു കെയിലേക്ക് പറക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഏഷ്യാനെറ്റിൽ നിന്നൊക്കെ ഈ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ന്യൂസ് റീഡ് ചെയ്യാനുള്ളൊക്കെ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനിയും ട്രൈ ചെയ്യും ചേച്ചി, നടക്കും ലൈഫിൽ. ഇപ്പം ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിൽ ചേച്ചി ഇവിടെ വന്നിട്ട് എനിക്കറിയാം നാട്ടിൽ വന്ന് ഒരു മാസം എത്ര മാസത്തിൽ 1 മാസം 1 വീക്കും ഉണ്ട്. ഒച്ചോടാ, അതിനിടയ്ക്കാണ് ഞാൻ വൺഡേ പിടിച്ചു. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്. ഓക്കെ, എന്തായാലും ശരണ്യയുടെ കൂടെ ഇത്രയും സമയം സംസാരിക്കാൻ പറ്റി. ആദ്യമായിട്ടാണ് നിഖിലിനെ ഞാൻ മീഡിയയിൽ റിവീൽ ചെയ്യുന്നത്. മെസ്സേജ് ഒന്നും വായിച്ചു പോലും നോക്കരുത്, മെസ്സേജ് ഒന്നും വായിക്കരുത്. അല്ലപ്പാ, വീഡിയോയുടെ താഴെയൊക്കെ വരും, നോക്കരുത്. ഇല്ല, ഇവനത് അയ്യോ ശരണ്യ, ഇവന് ആകെ ഉള്ളത് ആ ഒരു ലാപ്ടോപ്പ്, ഇത് വേറൊരു ലോകമാണ്. എനിക്ക് ലൈഫിൽ ഭയങ്കര ഒരു ആഗ്രഹമുള്ളതേ ഒരു ആങ്കർ ആകണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതെങ്ങാനും സാധിക്കുമോ? അപ്പം ഞാൻ ഇപ്രാവശ്യം ഞാൻ ശരണ്യെ ഒന്ന് ആങ്കർ ചെയ്ത് നോക്കട്ടെ. ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സാധിച്ചു തരാം. ആണോ? ഇത് ഞാൻ കടുങ്കയാണ്, നിഖിലിനെ ഓർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ചേച്ചി എന്നോട് ചോദിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ കണ്ടീഷൻ ഉണ്ട്. എനിക്ക് പേയ്മെന്റ് ഉണ്ട്. ആണോ? പിന്നെ ഇന്റർവ്യൂ. പിന്നെ രണ്ടാമത്തത് എന്നോട് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കരുത്. ഞാൻ ചേച്ചിയോട് ചോദിച്ചാലൊന്നും ചോദിക്കരുത്. കണ്ടാ? അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഒരു ചേച്ചിക്ക് ഞാൻ എഴുതാം. അപ്പൊ ഇനി ചേച്ചി നെക്സ്റ്റ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും. ചേച്ചി എന്താണേലും മോനെ നിഖിലെ വളരെയധികം സന്തോഷം, കണ്ടതിൽ പരിചയപ്പെട്ടതിലൊക്കെ സന്തോഷം. ചേച്ചി ഞങ്ങളുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എന്തെങ്കിലും ഒരു 2 വാക്ക്. എന്തായാലും ഇങ്ങനെ ശരണ്യ എന്നെ ഇന്റർവ്യൂ ചെയ്യണം എന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ അതിൽ അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അത് സ്വീകരിച്ചു. എന്തായാലും നിങ്ങളുടെ ആ ഒരു മൂവി വേൾഡ് മീഡിയ വളരെ ഉന്നത നിലവാരമുള്ള അല്ലെങ്കിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശരണ്യക്ക് നമസ്കാരം. താങ്ക് യു ചേച്ചി.